ഇന്ന് അടിപൊളി ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്. അതപ്പോൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അതിനുവേണ്ടി ഞാൻ ആദ്യമേ കാണിച്ചിട്ടുണ്ട്, കരിക്കാണ് കാണിച്ചിരിക്കുന്നത്. കരിക്ക് നല്ല സ്പൂണ് കൊണ്ട് ഞാൻ സ്കൂപ്പി അതിൻ്റെ ചവരൊന്നും ഇല്ലാതെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് അടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉരുളി പായസം വയ്ക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് 1 ലിറ്റർ പശുവിൻ പാൽ ചേർത്ത് കൊടുക്കാം. ഈ പശുവിൻ പാൽ ഒന്ന് ചൂടാകുന്ന ഒന്ന് തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ടെൻഡർ കോക്കനട്ട് ഒന്ന് മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചുകൊണ്ട് വരാം. നല്ലവണ്ണം നൈസായിട്ട് അരയൊന്നും വേണ്ട, ഒരു പകുതി മുക്കാൽ ഭാഗത്തോളം അരഞ്ഞാൽ മതി. അപ്പം ഞാനിതൊക്കെ ഒന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് ഇത് മാറ്റാം. പാലിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അന്നേരം മുതൽ ഇളക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ തിളച്ചിട്ടില്ല ഇതുവരെയായിട്ടും. ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്, കാരണം തിളയ്ക്കാനായിട്ട് അല്പം സമയം എടുക്കും. പായസം എപ്പോഴും നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ പാലൊക്കെ ഒന്ന് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഈ തിളയ്ക്കുന്ന പാലിൽ നിന്ന് നമുക്ക് ഈ തവിക്ക് 3 സ്പൂൺ പാൽ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതെന്തിനാണ് മാറ്റുന്നതെന്ന് പിന്നീട് ഞാൻ പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്താലേ കണ്ടാലേ ഇത് മനസ്സിലാവുകയുള്ളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ എല്ലാവരും പൂർണ്ണമായിട്ട് വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഈ നാളികേരക്കൂട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ടെൻഡർ കോക്കനട്ടാണ് കേട്ടോ, സോറി, അത് ചേർത്ത് കൊടുക്കാം. ഈ നാളികേരമാരും ഇതുപോലെ ഇടയ്ക്ക് സ്കിപ്പ് ചെയ്തിട്ട് നാളികേരമാരും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കരുത്. അപ്പം വേറെ ഒരു ലെവലാകും പായസം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് തിളയ്ക്കട്ടെ. ഒന്ന് നല്ലവണ്ണം ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അടിക്ക് പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പായസം അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഇതുവരെയായിട്ട് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചേർക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ പഞ്ചസാര വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നത് കാരണം ഞാൻ ചേർത്ത് എന്ന് മാത്രം. അതുപോലെ തന്നെ പാലടയാണല്ലോ, പാൽപ്പായസമാണല്ലോ, അപ്പോൾ അതുപോലെ തന്നെ ഒരു നല്ല ടേസ്റ്റും ഉണ്ടാകും. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ, ഞാൻ ഇതിനകത്തേക്ക് കൂടി തന്നെ ചേർത്തു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ എനിക്ക് നല്ല കൊഴുപ്പുണ്ട് പായസത്തിന്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇതിനകത്തൊന്നും ചേർക്കാതിരുന്നത്. അല്ലെങ്കിൽ ഇതിനകത്ത് അരിപ്പൊടിയോ അല്ലെങ്കിൽ കൂവപ്പൊടിയോ എന്തെങ്കിലും 1 ടീസ്പൂണ് കൊഴുപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സ്റ്റേജിൽ ചേർക്കാവുന്നതാണ്, ആ പാലിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ കൊഴുപ്പുള്ളത് കാരണം ഞാൻ അതിനകത്തേക്ക് ഒന്നും ചേർത്തില്ല, വെറും പാല് മാത്രം തന്നെ ഒഴിച്ചു. അപ്പോൾ ഇനി ഇതും കൂടി ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ ഇനി നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡാണോ ഉപയോഗിക്കുന്നത്, അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരം കുറവാണോ കൂടുതലാണോ എന്ന് നോക്കിയതിന് ശേഷം കുറച്ചുകൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് കുറച്ച് കുറവായിട്ട് തോന്നി, അത് കാരണം ഒരു 1/4 ഭാഗം കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഒരു 3/4 ഭാഗത്തോളം, ഈ ടിന്നിൻ്റെ 3/4 ഭാഗത്തോളം ചേർത്ത് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് പാകത്തിന് മധുരവുമായി. അത് കാരണം ഞാൻ ഇനി ബാക്കിയുള്ളത് ഒഴിക്കുന്നില്ല. ഒരു 1/4 ഭാഗത്തോളം മിച്ചമുണ്ട്. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഈ ഒരു ടിന്ന് മുഴുവനായിട്ടും ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒഴിക്കുന്നില്ല. ഇപ്പം നമ്മുടെ പായസമൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇറക്കി വെച്ചിട്ട് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ നല്ലവണ്ണം നിറച്ച് ചേർക്കാം. ടീസ്പൂൺ എന്ന് പറയാൻ പറ്റില്ല, അതിനെ കൂടി ഇത്രയും കൂടി വലിയ സ്പൂണാണ്. ടേബിൾ സ്പൂണും അല്ല ടീസ്പൂണും അല്ലാത്തതിൻ്റെ ഇടയ്ക്കുള്ള സ്പൂണാണ് കേട്ടോ. നെയ്യ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല പായസത്തിന്, നമ്മുടെ ശരീരത്തിനാണ് കുഴപ്പമുള്ളത്. അത് കാരണം പേടിച്ച് വേണം ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തു. ഇനി അതിൻ്റെ കൂട്ടത്തിൽ നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടായിരുന്നു, എന്നാലും ഞാനത് നെയ്ക്കകത്തൊന്ന് മൂക്കട്ടെ എന്ന് കരുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കോരി പായസത്തിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള നെയ്ക്കകത്ത്
കിസ്മിസ് കൂടി ഒന്നിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ച് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് നമ്മുടെ പായസം ഇപ്പോൾ റെഡി ആയി കഴിഞ്ഞു. ഏലക്ക ഇഷ്ടമുള്ളവർക്ക് ഏലക്ക ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാവുന്നതാണ്. ഞാൻ ഏലക്ക ചേർത്തിട്ടില്ല. അടിപൊളി പായസമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. കുടിച്ച് നോക്കിയിട്ട് വയറിനാണെങ്കിൽ യാതൊരു കുഴപ്പവും ഇല്ല. നമ്മുടെ പരിപ്പൊക്കെ ഉണ്ടാക്കുന്നത് പോലും കഴിക്കുന്നത് പോലെ ഒന്നുമല്ല. വളരെ ടേസ്റ്റിയുള്ളൊരു പായസമാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഒരുമാതിരി അറിയാൻ പറ്റുമായിരിക്കും. അറിയാത്ത ചില പുതിയ കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത്. അവരാണല്ലോ പാചകമൊക്കെ എപ്പോഴും ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. പുതിയ വിവാഹ ജീവിതത്തിലേക്ക് കടന്നവർക്ക് ഇതൊന്നും അറിയുന്നുണ്ടാവില്ല. നമുക്ക് പഴമക്കാർക്കൊക്കെ ഇതറിയാവുന്ന ഒരു പായസമാണ്. അപ്പോൾ ഞാൻ ഏതൊക്കെയാണെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ കുടിക്കുന്നതും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമുക്ക് ഒരു പായസം കുടിച്ചു എന്നുള്ള ഒരു വയറിനൊരു ഫീലേ തോന്നില്ല. അത്രയ്ക്ക് നല്ല പായസമാണ്. ഒരു സെർവിങ് ബൗളിലേക്ക് ഞാൻ മാറ്റി കഴിഞ്ഞു. അപ്പോൾ